ഹായ്. അപ്പോൾ ഞാൻ സ്കൂൾ വണ്ടി കയറ്റി വിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് റിസപ്ഷൻ പോകാൻ കേട്ടോ, കല്യാണ റിസപ്ഷൻ. കല്യാണത്തിന് മുമ്പ് കാലത്തെ പോയിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എന്ത് വാങ്ങിച്ചു വന്നിട്ട് എന്താണ് അറിയുമോ? അതാണ്ട കാലത്തെ പോയി വാങ്ങിച്ചു കേട്ടോ. ഉച്ചയ്ക്കാണ് പോണത്. മുല്ലപ്പൂ വാങ്ങിച്ചു കേട്ടോ. ഒരു മുഴം മുല്ലപ്പൂ വാങ്ങിച്ചാണ് 70 രൂപ കേട്ടോ. അത് മുല്ലപ്പൂ വാങ്ങിച്ചു കേട്ടോ. നിറയെ വാങ്ങിച്ചിട്ട് സൂപ്പറായി കുത്തുണ്ട്. കുത്തിയിട്ട് എന്ത് ചെയ്യാൻ അറിയുമോ? മുല്ലപ്പൂ വെച്ച് വിടുക കേട്ടോ. ഭാര്യയ്ക്ക് അടിപൊളിയായിട്ട് തലയിൽ കുത്തുകയാണ്. തിരിഞ്ഞെടുത്തിട്ട് തലയിൽ കുത്തുന്നുണ്ട് കേട്ടോ. മുടിയിൽ സൂപ്പറായ മുല്ലപ്പൂ വയ്ക്കുന്നുണ്ട്. നിങ്ങളിതുപോലെ ഭാര്യയ്ക്കൊക്കെ സൂപ്പറായ മുല്ലപ്പൂ വെച്ച് തരുക പറയണം. പിന്നെ ഇതാ സൂപ്പറായിട്ടുള്ള മുല്ലപ്പൂ വെച്ച് പിന്നെ ഇതാ വണ്ടി എടുത്തിട്ട് വരിക കേട്ടോ. ഇതാ റോഡിന് പുറത്ത് റോഡ് പണി നടക്കുന്ന കാരണം ഇറങ്ങി നടന്നു വരാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാൾ സൂപ്പറായി ഹെൽമെറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് പോകാൻ കേട്ടോ. ഏത് വഴി എന്താ പാപ്പാഞ്ചല്ല വഴി പോകാൻ കേട്ടോ. പാടത്ത് കൂടെ സൈഡിൽ റോഡുണ്ട് കേട്ടോ. അടിപൊളിയായി പോകേണ്ടതാണ്. പോത്തമ്പാടം മണ്ഡപം കേട്ടോ. കല്യാണ മണ്ഡപത്തിൽ പോവാണ്. കാമ്പറച്ചലിൻ്റെ അടുത്ത് പോത്തമ്പാടം കല്യാണ മണ്ഡപത്തിൽ പോയി. ആദ്യം പോയി തന്നെ കഴിക്കാനിരുന്നു കേട്ടോ. എന്താണ് സ്പെഷ്യൽ പറഞ്ഞത്? സാലഡ് വന്നു, നാരങ്ങ അച്ചാർ വന്നു, പൈനാപ്പിൾ വന്നു. ഇത് കണ്ട ബിരിയാണി റൈസ്, സൂപ്പറായി ബിരിയാണി റൈസ് ഇടുന്നുണ്ട്. അടുത്തെന്താണ് അറിയുമ്പോൾ സൂപ്പറായി ചിക്കൻ ഗ്രേവി 2 പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ചെറിയമ്മയാണ് അടുത്ത് ഇരിക്കുന്നത്. അപ്പുറത്ത് വൈഫ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് പീസ് പിച്ചിട്ട് സാലഡ് ഇട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ബിരിയാണി ഇഷ്ടപ്പെടുക പറയണം. അടുത്ത് ബന്ധുമ്മ എഴുതുക കേട്ടോ. ഇവിടെയൊക്കെ ബന്ധുമ്മ എഴുതും കേട്ടോ. ബന്ധുമ്മ അവൻ്റെ വൈഫിൻ്റെ ചെറിയ അച്ഛൻ തന്നെ ബന്ധുമ്മ എഴുതുന്നത് കണ്ടോ. നിറയെ പണങ്ങൾ വെച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാർ എഴുതി വയ്ക്കുക കേട്ടോ. ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിൽ 2 വീട്ടിൽ എഴുതിയിട്ട് ഞങ്ങൾ വീട്ടിൽ പുറപ്പെട്ടു കേട്ടോ. ഇതേണ്ട സൂപ്പറായ റോഡ് കടന്ന് വരുന്നുണ്ട് ഭാര്യ. പാടത്തിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്താണ് അറിയുമ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻ പോയി ബിരിയാണിയൊക്കെ കഴിച്ച് വെച്ചാൽ കുറച്ച് 7up കുടിക്കും കേട്ടോ. പകുതി വഴി വന്നിട്ട് 7up കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ച് ചെക്കനും പെണ്ണും പോയി നോക്കിയാലോ കേട്ടോ. കഴിക്കാൻ പോയി ബന്ധുവും വെച്ച് കുറച്ചിരുന്നു. അങ്ങനെ തിരിഞ്ഞ് വന്നു കേട്ടോ.